എല്ലാവർക്കും ഹോം എക്സ്പ്ലോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ വീടിൻ്റെ തറയുടെ വർക്കിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായ സ്ട്രക്ചർ വർക്കാണ്. അതായത് നമ്മൾ പടവിനെ കുറിച്ചും അതേപോലെ ലിൻഡൽ വർക്കിനെ കുറിച്ചും സ്റ്റെയറിൻ്റെ വർക്കിനെ കുറിച്ചുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതായിരുന്നു നമ്മുടെ വീട് അല്പം ഉയരമുള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വണ്ടി കയറുന്നില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൻ്റെ ഹൈറ്റ് കുറച്ച് താഴ്ത്തിയിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് ഹൈറ്റ് കുറച്ച് കൂടാതെ GSP അറിയുന്ന ഒരു മെറ്റീരിയൽ നമ്മുടെ റോഡിൽ നിരത്തിയിരിക്കുകയാണ്. ഈ GSPക്ക് ഏകദേശം ഒരു ലോഡിന് 13,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലോഡ് അടിച്ച് അത് JCB ഉപയോഗിച്ച് തന്നെയാണ് നിരത്തുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് മെറ്റീരിയൽ നമ്മുടെ സൈറ്റിലെത്താൻ വേണ്ടി മാത്രമാണ്. മെറ്റീരിയൽ കറക്റ്റ് സൈറ്റിലെത്തിയില്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് കൂടും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ റോഡിൻ്റെ ഹൈറ്റ് കുറച്ച് ഇങ്ങനെ മെറ്റീരിയൽ കറക്റ്റ് സൈറ്റിലെത്തുന്ന രീതിയിലാക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ ശക്തമായ മഴ കാരണം നമ്മുടെ റോഡ് ആകെ ചളിയായി കിടക്കുകയാണ്. ഇപ്പോൾ JCB ഉപയോഗിച്ച് അത് ഏകദേശം ഒന്ന് റെഡിയാക്കി വരികയാണ്. JCBയുടെ വർക്ക് കഴിഞ്ഞ് ഏകദേശം 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെട്ടുകല്ല് ഇറക്കിയത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടി, റോഡ് കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എങ്കിലും ഈ കയറുന്ന ഭാഗത്ത് കുറച്ച് ചളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോഡ് കയറാൻ സാധ്യത കുറവാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നമ്മൾ ആദ്യം കുറച്ച് കല്ല് റോഡ് സൈഡിൽ ഇറക്കി വെച്ച് മുകളിലോട്ട് കയറ്റാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കൊണ്ടുവന്ന ലോഡിൽ കുറച്ച് കല്ല്, ഈ വണ്ടിയിൽ ഏകദേശം 430 കല്ലോളം ഉണ്ട്. അതിൽ കുറച്ച് കല്ല് റോഡ് സൈഡിൽ ഇറക്കി വെച്ച് ബാക്കി കയറ്റാമെന്നാണ് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുകയാണ്. നമ്മുടെ റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അല്പം നനവുള്ളതുകൊണ്ട് തന്നെ, മഴ പെയ്ത് നനവുള്ളതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും വണ്ടി ഏകദേശം പകുതി എത്തിയപ്പോൾ സ്റ്റക്കാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാക്കി കല്ലുകൂടി റോഡ് സൈഡിൽ തന്നെ ഇറക്കി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ചെറിയ വണ്ടിയിൽ കല്ലടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്ന വണ്ടി ഏകദേശം 480 കല്ലോളം ഒറ്റ ലോഡിലുണ്ടാവും. അടുത്ത ദിവസം വരുന്നത് ഏകദേശം ഒരു 300-330 കല്ല് ഉള്ള വണ്ടിയാണ് വരിക. അതിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞത്. ഇന്ന് 2 ലോഡ്, ചെറിയ 2 ലോഡ് വണ്ടിയാണ് വന്നിരിക്കുന്നത്. അവരും പറഞ്ഞത് ഫുൾ ലോഡ് വെച്ച് കയറ്റാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കല്ല് റോഡ് സൈഡിൽ ഇറക്കി വെച്ചിട്ട് കയറ്റാമെന്ന് പറഞ്ഞത്. അതായത് ഒരു വണ്ടിയിൽ ഏകദേശം 330 കല്ലുണ്ടാവും. അതിലൊരു 130 കല്ല് റോഡ് സൈഡിൽ ഇറക്കി വെച്ച് ബാക്കി 200 കല്ല് മുകളിലോട്ട് കയറ്റാമെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 130 കല്ല് ഓരോ വണ്ടിയിൽ നിന്നും റോഡിൽ ഇറക്കി വെച്ച് ബാക്കി 400 കല്ലോളം നമ്മൾ മുകളിലോട്ട് കയറ്റിയിരിക്കുന്നു. ഇനി നമ്മൾ ഡാം പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഡാം പ്രൂഫ് കുറച്ച് നേരത്തെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു. നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഡാം പ്രൂഫ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഞങ്ങൾ ഡാം പ്രൂഫ് ചെയ്യാതെ കൺസ്ട്രക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ച്
ഡാം പ്രൂഫ് ഒഴിവാക്കി ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നീട് തൊട്ടടുത്തുള്ള ചില വീടുകളിലൊക്കെ ഈ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉള്ളത് കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ ഡാം പ്രൂഫ് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ പണി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ആ മണ്ണൊക്കെ മാനുവലി റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഡാം പ്രൂഫ് ചെയ്യുന്നത്. ഡാം പ്രൂഫിനെ കുറിച്ച് ഓൾറെഡി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ലേബേഴ്സിനെ ഉപയോഗിച്ച് മണ്ണ് മാറ്റി പിന്നീട് ഒരു പ്രഷർ പമ്പ് യൂസ് ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്തു. ഈ ബീം ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡാം പ്രൂഫ് ചെയ്യുകയാണ് ചെയ്തത്. ഡാം പ്രൂഫ് ചെയ്ത് ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓഗസ്റ്റ് 9 നമ്മുടെ JCB വർക്ക് കഴിഞ്ഞത്. അതായത് റോഡ് ക്ലീൻ ആക്കിയത് 9 ദെൻ 16 നമ്മൾ ഡാം പ്രൂഫിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 23 നമ്മുടെ ആക്ച്വൽ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബ്രിക്ക് വർക്കിൻ്റെ ആദ്യത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് ചെറിയ വല്ല മിസ്റ്റേക്കും, അതായത് റൂമിൻ്റെ സൈസ് ചിലപ്പോൾ 1-2 സെൻറ്റിമീറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴാണ്. അതായത് ആദ്യത്തെ ബ്രിക്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ റൂമിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് അല്ലേ, അതായത് നീളവും വീതിയും തെറ്റിയിട്ടുണ്ടോ, കറക്റ്റ് റെക്റ്റാങ്കിളിലുള്ള റൂമുകളെല്ലാം റെക്റ്റാങ്കിൾ തന്നെ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ ദിവസം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ നിർബന്ധമായിട്ട് സൈറ്റിൽ വേണം. അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, പ്ലാൻ അനുസരിച്ച് എല്ലാം കറക്റ്റ് അല്ലേ, അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫിക്സ് ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്യണം. ഇക്കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ആദ്യത്തെ ദിവസം നമ്മൾ എല്ലാ റൂമും തിരിച്ചു. ഏകദേശം 200 കല്ലോളം നമ്മൾ ഫസ്റ്റ് ലെവലിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങനത്തെ 11 ലെവൽ കല്ല് നമ്മൾ കെട്ടണം. ഫസ്റ്റ് ഡേ ഏകദേശം 200 കല്ലോളം യൂസ് ചെയ്തു. കൂടാതെ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ചുട്ട കട്ട ഇറക്കിയിട്ടുണ്ട്. അതായത് വെട്ടുകല്ല് ചെറിയ കഷ്ണങ്ങളൊക്കെ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനും അതുപോലെ ലിൻഡൽ ഹൈറ്റിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുട്ട കട്ട ഇറക്കിയത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കട്ടയാണ്, പെട്ടെന്നൊന്നും പൊട്ടാത്ത സൈസ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചുട്ട കട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഈ കഷ്ണങ്ങളൊക്കെ വേണ്ട സമയത്ത് നമ്മൾ വെട്ടുകല്ല് പൊട്ടിക്കാതെ നമ്മൾ ചുട്ടകട്ട യൂസ് ചെയ്യും. കുറച്ച് വലിയ കഷ്ണം വേണ്ട സമയത്ത് നമ്മൾ വെട്ടുകല്ല് മുറിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ.
രണ്ടാമത്തെ ദിവസം നമ്മൾ മെയിനായിട്ട് ബ്രിക്സ് വർക്ക് തന്നെ ചെയ്തിരുന്നത്. ചില സ്ഥലത്തൊക്കെ 3 ലെവൽ വരെയൊക്കെ കല്ല് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 200ഓളം കല്ല് നമ്മൾ രണ്ടാമത്തെ ദിവസവും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോർ വരുന്ന സ്ഥലത്ത് നമ്മൾ ചെറിയ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത സമയത്ത് അവിടെ കോൺക്രീറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് ആ ബ്രിക്കിന് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ വാളിന് കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ പകരം നമ്മൾ കമ്പി ഇട്ട് വെക്കുകയാണ് ചെയ്തത്. ആ കമ്പി വളച്ച് ഒരു ചെറിയ കോൺക്രീറ്റ്, അതായത് നമ്മുടെ ഡോറ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ളൊരു കോൺക്രീറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 കോൺക്രീറ്റാണ്, അതായത് 2 ബാത്റൂമിന് വേണ്ടി 2 കോൺക്രീറ്റാണ് നമ്മൾ ഇപ്പോൾ മാനുവലി ചെയ്തിരിക്കുന്നത്. ഇത് ഫൗണ്ടേഷൻ്റെ സമയത്ത് ചെയ്തില്ലായിരുന്നു. പകരം ബ്രിക്സ് വർക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഫൗണ്ടേഷനിലോട്ട് ഡ്രില്ല് ചെയ്ത് കമ്പി കയറ്റി പുതിയ കോൺക്രീറ്റ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കോൺക്രീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫൗണ്ടേഷൻ്റെ സപ്പോർട്ട് നിർബന്ധമായിട്ടും കിട്ടണം. അതായത് ഒന്നില്ലെങ്കിൽ ഫൗണ്ടേഷനിലോട്ട് ഡ്രില്ല് ചെയ്ത് നമ്മൾ കമ്പി അതിനകത്ത് കയറ്റി മാത്രം കോൺക്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പി കൊടുത്തിരിക്കണം. ആ കമ്പി വളച്ച് അതിലോട്ട് നമ്മൾ പുതിയ കമ്പി കെട്ടി ആ കമ്പിയുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 400 കല്ലും കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം നമുക്ക് കൺസ്ട്രക്ഷൻ തുടരണമെങ്കിൽ റോഡ് സൈഡിൽ ഇറക്കിയ കല്ല് മുകളിലോട്ട് കയറ്റണം, അല്ലെങ്കിൽ പുതിയ ലോഡ് ഇറക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പുതിയ ലേബേഴ്സിനെ അല്ലെങ്കിൽ എക്സ്ട്രാ ലേബേഴ്സിനെ ഉപയോഗിച്ച് റോഡ് സൈഡിലുള്ള കല്ല് മുകളിലോട്ട് കയറ്റി കൺസ്ട്രക്ഷൻ തുടരാം എന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 700ഓളം കല്ല് ഇപ്പോൾ റോഡ് സൈഡിലുണ്ട്. ആ കല്ല് നമ്മൾ പുറത്തുനിന്ന് ആളെ ഇറക്കി, അത് നമ്മുടെ ലേബർ ചാർജിൽ വരില്ല, നമ്മൾ കരാറ് കൊടുത്തതിൽ വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ലേബേഴ്സിനെ ഉപയോഗിച്ച് മാനുവലി മുകളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കല്ല് മുകളിലോട്ട് കയറ്റാൻ പ്രത്യേകം ചാർജാണ് കൊടുക്കുന്നത്. ഓരോ കല്ലിന് അനുസരിച്ചാണ് റേറ്റ് ഫിക്സ് ചെയ്ത് അവർ മുകളിലോട്ട് കയറ്റിയത്. കൂടാതെ 3ാമത്തെ ദിവസം നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ബ്രിക്ക് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. 3ാമത്തെ ദിവസം ചില ഭാഗത്തൊക്കെ നമ്മൾ ഏകദേശം 5 ലെവൽ വരെയൊക്കെ കല്ല് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മൾ സ്റ്റെപ്പിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബ്രിക്ക് വർക്കൊന്നും ചെയ്യുന്നില്ല. കൂടാതെ സ്റ്റെപ്പ് നമ്മൾ ചെയിനായിട്ടുള്ള സ്റ്റെപ്പാണ് ചെയ്യുന്നത്. കോൺക്രീറ്റിൽ ചെയിനായിട്ടുള്ള സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഇതിനും അല്പം സ്കില്ല് ആവശ്യമാണ്. കൂടാതെ കോസ്റ്റ് നോർമൽ സ്റ്റെപ്പിനെ അപേക്ഷിച്ച് ചെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പിന് കോസ്റ്റ് കുറച്ച് കൂടും. അതേപോലെ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും അത്യാവശ്യമാണ്.
ഇത് മാനുവലി ഈ റിങ്ങൊക്കെ വളച്ചുണ്ടാക്കി അത് നമ്മൾ കൃത്യമായിട്ട് വാട്ടർ ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ ചെയിൻ സ്റ്റെപ്പ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ലാൻഡിങ് ഭാഗം മാത്രമാണ് നമ്മൾ സപ്പോർട്ടായി എടുക്കുന്നത്. ഇനി അടുത്ത സപ്പോർട്ട് എടുക്കുക മുകളിലെ ടോപ്പിലെ കോൺക്രീറ്റ് വരുന്ന സമയത്താണ്. ബാക്കി ഭാഗം ചുമരിൽ കൃത്യമായിട്ട് ടച്ച് ചെയ്യില്ല. ആകെ ടച്ച് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ട്, അതായത് കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഫ്ലോറിൽ ടച്ച് ചെയ്യും. പിന്നെ വരുന്നത് നമ്മുടെ ലാൻഡിങ് പാർട്ട് നമ്മുടെ ബ്രിക്കിനകത്ത്, ഇതുവരെ കെട്ടിയ വെട്ടുകല്ലിനകത്തായിരിക്കും നമ്മുടെ ലാൻഡിങ് പാർട്ട്. അത് കഴിഞ്ഞ് ടോപ്പിലെ കോൺക്രീറ്റിനകത്തായിരിക്കും അടുത്ത സപ്പോർട്ട് എടുക്കുക. കൂടാതെ ഒരു ലോഡ് നമ്മുടെ വെട്ടുകല്ല് എക്സ്ട്രാ ഇറക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്നലെ നമ്മൾ ആളുകളെ വെച്ച് മുകളിലോട്ട് കല്ല് കയറ്റുകയാണ് ചെയ്തത്. അതിൽ കുറച്ച് കല്ല് ബാക്കിയായിരുന്നു. ആ കല്ല് കൂടി നമ്മൾ ഈ ലോറിയിലാണ് മുകളിലോട്ട് കയറ്റിയത്. ഇപ്പോൾ ഒരു ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ പാതി നമ്മൾ റോഡ് സൈഡിൽ ഇറക്കി മുകളിലോട്ട് കയറ്റുന്നത്. അത് കഴിഞ്ഞാൽ ആ പാതി വീണ്ടും ആ ലോഡ് തന്നെ കയറ്റി മുകളിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ നമ്മൾ സ്റ്റെപ്പിൻ്റെ കോൺക്രീറ്റ് ചെയ്തു. കൂടാതെ നമ്മൾ 2 ബെഡ്റൂമിന് അകത്ത് ബേ വിൻഡോ ഉണ്ട്. ആ 2 ബെഡ്റൂമിൻ്റെയും ബേ വിൻഡോയുടെ വർക്കും കൂടാതെ നമ്മുടെ ബ്രിക്ക് വർക്കുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2 ബെഡ്റൂമിനകത്തും ബേ വിൻഡോ നമ്മൾ പ്രൊജക്റ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതായത് പുറത്തോട്ട് പ്രൊജക്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ സ്ലാബ് ഉണ്ടാക്കി അതിനകത്തായിരിക്കും നമ്മൾ ബേ വിൻഡോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബേ വിൻഡോ 2 രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഒന്ന് ഒരു ഫുൾ വാളിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അകത്ത് സ്റ്റോറേജ് ആക്കി കൊടുക്കാം, ബാക്കി സ്ഥലം നമുക്ക് ഇരിക്കാൻ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിൻ്റെ സൈസ് കുറയില്ല. റൂമിനകത്ത് കൃത്യമായിട്ടുള്ള സൈസ് ഉണ്ടാവും, പക്ഷേ സ്റ്റോറേജ് നമുക്ക് ലഭിക്കില്ല. ആ ഒരു രീതിയിലാണ് ഇവിടെ 2 ബേ വിൻഡോയും കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബേ വിൻഡോയുടെ പൂർണ്ണമായിട്ട്, അതായത് സ്റ്റെച്ച് ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കമ്പി സെറ്റ് ചെയ്ത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്യുന്നു. കൂടാതെ ബാക്കി ബ്രിക്ക് വർക്കും കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. കൂടാതെ ഇന്നലെ നമ്മൾ ചെയ്ത കോൺക്രീറ്റ്, അതായത് സ്റ്റെപ്പിൻ്റെ കോൺക്രീറ്റിൽ നിന്ന് കുറച്ച് പലകൊക്കെ മാറ്റി അത് കുറച്ച് ദിവസം അതേപോലെ സപ്പോർട്ടോടുകൂടി നിർത്തണം. കൂടാതെ കൃത്യമായിട്ട് നനച്ചു കൊടുക്കണം. അങ്ങനെ പലകൊക്കെ മാറ്റുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ കറക്റ്റ് കോൺക്രീറ്റ് എത്താത്തതുണ്ടെങ്കിൽ അവിടെയൊക്കെ സിമെൻറ്റ് വെച്ച് ഫില്ല് ചെയ്യുകയും വേണം. ബേ വിൻഡോയുടെ വർക്കിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രിക്ക് വർക്കൊക്കെ അന്ന് ചെയ്തു. അടുത്ത ദിവസം വർക്കേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, കാരണം മഴയായിരുന്നു. കൂടാതെ നമ്മൾ ഓൾറെഡി നനയ്ക്കാൻ വേണ്ടി എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചായിരുന്നു, പക്ഷേ ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വർക്കൊന്നും നടന്നില്ല. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മെയിനായിട്ട് ബേ വിൻഡോയുടെ അടുത്ത് ആ സൈഡിലൊക്കെ നമ്മൾ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കൂടാതെ ഏകദേശം എല്ലാ സ്ഥലത്തും ഏകദേശം 5 ലെയറായി കഴിഞ്ഞു.
അടുത്ത ദിവസമാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കോൺക്രീറ്റിൻ്റെ ഒരു വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ വാതിലോ അല്ലെങ്കിൽ ജനാലോ ഒന്നും ഫിക്സ് ചെയ്തില്ല. ഇത് കോൺക്രീറ്റിൻ്റെ ജനവാതിലാണ്. 2 ജനവാതിൽ, കോൺക്രീറ്റിൻ്റെ 2 ജനവാതിലുകൾ നമ്മുടെ കിച്ചണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. കൂടാതെ 3 വെൻറ്റിലേറ്റർ നമ്മുടെ 3 ബാത്റൂമിലായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് മാത്രമാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ജനവാതിലുകൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ജനവാതിലുകൾ കൂടി കോൺക്രീറ്റിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. ജനവാതിലുകൾ ഫിക്സ് ചെയ്യുന്നതോടുകൂടി തന്നെ ആ ഭാഗം ഏകദേശം ലിൻഡൽ ഹൈറ്റിലാവും. കാരണം ജനവാതിലിൻ്റെ ടോപ്പ് ലിൻഡൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ജനവാതിലിൻ്റെയും വാതിലിൻ്റെയൊക്കെ ടോപ്പ് ലിൻഡലാവുന്ന രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഒരേ ഹൈറ്റിൽ ലിൻഡൽ വരുന്ന രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ചില വീട്ടിലൊക്കെ ചിലപ്പോൾ ചില പാർട്ട് ലിൻഡൽ ഹൈറ്റ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരേ ഹൈറ്റിൽ ലിൻഡൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഏകദേശം 210 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അടുക്കള ഭാഗം ഏകദേശം ലിൻഡൽ ഹൈറ്റ് ആയിരുന്നു. ഇന്ന് വീണ്ടും ബ്രിക്ക് വർക്ക് തന്നെയാണ് നടക്കുന്നത്. കുറച്ച് പാർട്ട് കൂടി നമ്മൾ ഏകദേശം ലിൻഡൽ ഹൈറ്റിൽ ഉയർത്തി കഴിഞ്ഞു. ഇന്ന് മറ്റു വർക്കൊന്നും നടക്കുന്നില്ല. ലിൻഡൽ ഹൈറ്റിലോട്ട് എല്ലാ പാർട്ടും കെട്ടി പൊക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ന് നമുക്ക് ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. നമുക്ക് ബ്രിക്കിൻ്റെ വർക്ക് എടുക്കുന്ന കുറച്ച് പേരുണ്ട്. കൂടാതെ ലിൻഡലിൻ്റെ വർക്കും സ്റ്റാർട്ടായിട്ടുണ്ട്. ലിൻഡൽ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഏകദേശം അടുക്കള സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കമ്പി മുറിക്കുന്നതും അതേപോലെ മരം മുറിച്ച് സെറ്റാക്കുന്നതായിട്ടുള്ള ഒരുപാട് വർക്കേഴ്സ് ഇന്ന് സൈറ്റിലുണ്ട്. ഇതുവരെ നമ്മൾ ഉപയോഗിച്ച മണൽ നമ്മുടെ ഫൗണ്ടേഷൻ നിർമ്മിക്കാൻ കൊണ്ടുവന്ന ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന മണലാണ്. അതേപോലെ ഈ സ്റ്റെപ്പ് കോൺക്രീറ്റ് ചെയ്യാൻ, ബേ വിൻഡോ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ എടുത്ത മെറ്റലും അന്ന് കൊണ്ടുവന്ന മെറ്റലാണ്. ഇന്ന്
ഏകദേശം ആ മണലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ ലോഡ് മണലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ലിൻഡലിന് വേണ്ടി എക്സ്ട്രാ കമ്പി ഇറക്കിയിട്ടുണ്ട്. ഇതുവരെ ഉപയോഗിച്ച കമ്പി, അതായത് സ്റ്റെയറിനും ബേ വിൻഡോക്കൊക്കെ നമ്മൾ ഉപയോഗിച്ച കമ്പി ഫൗണ്ടേഷന് വേണ്ടി വാങ്ങിയ കമ്പിയിൽ ഉണ്ടായിരുന്ന ബാലൻസ് ആണ്. കൂടാതെ ലിൻഡൽ വർക്കിന് വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള റിങ്ങാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വളച്ചെടുക്കാം, പക്ഷേ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള റിങ്ങാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രിക്ക് വർക്കും നടക്കുന്നുണ്ട്. ഇന്ന് സൈറ്റിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലിൻഡലിൻ്റെ വർക്കേഴ്സ് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അന്ന് വർക്ക് എടുക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം ലിൻഡലിൻ്റെയും ബ്രിക്കിൻ്റെയും വർക്ക് നടന്നു. നമുക്ക് അടുക്കള സൈഡിൽ ഒരുപാട് നീളത്തിൽ സൺഷെയ്ഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിൻഡൽ വർക്ക് ഒരുപാട് കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ സൺഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വിൻഡോക്ക് മാത്രം സൺഷെയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് സൈഡിൽ അതേപോലെ രണ്ട് സൈഡിലും വിൻഡോ ഉള്ള സ്ഥലത്ത് മാത്രമാണ് സൺഷെയ്ഡ് കൊടുത്തത്. എന്നാൽ ബാക്ക് സൈഡിൽ നമ്മൾ ത്രൂ ഔട്ട് സൺഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്തത്. കൂടാതെ ലിൻഡൽ വർക്കിൻ്റെ അന്നാണ്, അല്ലെങ്കിൽ ലിൻഡൽ വർക്കിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് നമ്മുടെ എൻജിനീയർ സൈറ്റ് വിസിറ്റ് ചെയ്തത്. അടുത്ത ദിവസം നമുക്ക് ബ്രിക്കിൻ്റെ വർക്കും അതേപോലെ ലിൻഡലിൻ്റെ വർക്കും ഒരേപോലെ തന്നെയാണ് നടക്കുന്നത്. ഇതുവരെ നമ്മൾ പുറകു സൈഡിൽ സൺഷെയ്ഡിനുള്ള പലക സെറ്റാക്കുകയും ബാക്കിയുള്ള കമ്പിയുടെ റിങ്ങുകളൊക്കെ സെറ്റാക്കുകയും ചെയ്ത് ഇന്ന് നമ്മൾ അതിനു വേണ്ടിയുള്ള ബോക്സ് സെറ്റ് ചെയ്യുന്നു. കൂടാതെ ആ റിങ് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗം, അതായത് ലിൻഡലായിട്ട് എത്താത്ത ഭാഗം ഇന്ന്
മൊത്തമായിട്ട് ലിൻഡൽ പൊക്കത്തിലോട്ട് കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഷോ വാൾ ഫ്രണ്ടിൽ കെട്ടുന്നുണ്ട്. ആ ഷോ വാളിന് വേണ്ടി നമ്മളൊരു അഡീഷണൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷനിലോട്ട് ഡ്രിൽ ചെയ്ത് ഒരു എക്സ്ട്രാ കോൺക്രീറ്റ് കൂടി നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബ്രിക്ക് വർക്കും കൂടി ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ലിൻഡൽ ഹൈറ്റിലോട്ട് അല്ല, ഇത് കുറച്ചും കൂടി ലിൻഡലിൻ്റെ ഒരു കട്ട മുകളിലാണ് ഇവിടെ കോൺക്രീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രിക്ക് വർക്കിന് കുറച്ച് സമയം കിട്ടും. അടുത്ത ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ ലിൻഡലിൻ്റെ എല്ലാ പാർട്ടും റെഡിയാക്കി കഴിഞ്ഞു. ഇപ്പം നമ്മൾ എല്ലാ സൈഡിലും വേണ്ട വുഡൻ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മൾ ഇനി കമ്പി ഇൻസ്റ്റാൾ ചെയ്ത് അത് കെട്ടി റെഡിയാക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും പലക അടിച്ച് ലിൻഡലിന് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞു. ഇന്ന് നമുക്ക് ബ്രിക്ക് വർക്കേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, ലിൻഡലിൻ്റെ വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ എല്ലാ സ്ഥലത്തും പലകയൊക്കെ അടിച്ച് സെറ്റാക്കി. കൂടാതെ അന്ന് തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ കുറേ വർക്കൊക്കെ തീർത്തു.
നമ്മുടെ എംസാൻഡ് ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത എംസാൻഡ് പറയുന്നത് ഫൗണ്ടേഷന് വേണ്ടി ഇറക്കിയ എംസാൻഡാണ്. അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ലോഡ് എംസാൻഡ് ഇന്ന് ഇറക്കി. നമ്മുടെ എംസാൻഡ് ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത എംസാൻഡ് പറയുന്നത് ഫൗണ്ടേഷന് വേണ്ടി ഇറക്കിയ എംസാൻഡാണ്. അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ലോഡ് എംസാൻഡ് ഇന്ന് ഇറക്കി. വൈകിട്ട് അല്പം മഴയായിരുന്നു, എന്നാലും നമ്മുടെ വർക്ക് മുടങ്ങാതെ നടന്നു.
ഇന്നാണ് നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ലിൻഡൽ കോൺക്രീറ്റിന് തൊട്ട് മുമ്പ് നമ്മൾ വേണമെങ്കിൽ, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ പോയിൻ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യണം. ഞങ്ങളിവിടെ ചില സൺഷെയ്ഡിൻ്റെ ചില പാർട്ടിൽ LED ബൾബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട LED ബൾബിൻ്റെ പോയിൻറ്റുകൾ അന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ പൈപ്പ് ഇട്ട് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് കണക്ഷൻ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാനുള്ള പൈപ്പിന് വേണ്ട പ്രൊവിഷനും നമ്മൾ ഒഴിവാക്കിയിടും. ഈ ഇലക്ട്രിക്കൽ വർക്ക് കുറച്ച് വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ച് സൺഷെയ്ഡിൽ മാത്രമേ നമ്മൾ ഈ LED ബോക്സ് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് അല്പം സമയത്തിനകം നമ്മൾ കോൺക്രീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഉച്ച ആവുന്നവരെ നമുക്കിവിടെ കോൺക്രീറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 3 മണി വരെ നമ്മുടെ കോൺക്രീറ്റ് വർക്ക് ഉണ്ടായിരുന്നു. കാരണം പുറകു സൈഡിൽ ഒരുപാട് സൺഷെയ്ഡ് ഉണ്ടായിരുന്നു. അതേപോലെ ത്രൂ ഔട്ട് ലിൻഡലിൽ നമ്മുടെ ബാക്കി വിൻഡോക്കൊക്കെ സൺഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ വർക്ക് കുറച്ച് സമയം എടുത്ത്. എങ്കിലും ഏകദേശം 3 മണിയായപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. കൂടാതെ കാലാവസ്ഥയും നല്ല അനുകൂലമായിരുന്നു. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മഴ കുറവാണ്. അല്പം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മുടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഈ സപ്പോർട്ട് സൈഡിലുള്ള സപ്പോർട്ടൊക്കെ പറിച്ചൊഴിവാക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ നമുക്ക് ലിൻഡൽ വർക്ക് അല്ലെങ്കിൽ ലിൻഡൽ കോൺക്രീറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മുടെ ലിൻഡൽ നിൽക്കുന്നത് പൂർണ്ണമായിട്ട് സപ്പോർട്ടിലായിരിക്കും. താഴെ നമ്മൾ സപ്പോർട്ടിലായിരിക്കും. അതുകൊണ്ട് കോൺക്രീറ്റ് ഉണങ്ങിയില്ലെങ്കിൽ കൂടി നമുക്ക് ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 2 ദിവസം, ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ ചില സൈഡിലെ പലകൊക്കെ എടുത്ത് ഒഴിവാക്കി പിന്നെയും ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രിക്ക് വർക്ക് ലിൻഡലിൻ്റെ മുകളിലോട്ടുള്ള ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്.
ഈ കാണുന്ന പൈപ്പുകൾ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ പാർട്ടായിട്ട് ആഡ് ചെയ്ത പൈപ്പുകളാണ്. ഇത് പിന്നീട് നമ്മുടെ ഇലക്ട്രിക്കൽ പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് നമ്മുടെ സ്ട്രെച്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൈപ്പിലോട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ പൈപ്പ് കണക്ട് ചെയ്ത് വയറിട്ട് കണക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ലിൻഡലിന് മുകളിലോട്ടുള്ള കൺസ്ട്രക്ഷനും മെയിൻ കോൺക്രീറ്റിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.